ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ആക്ഷൻ കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ആരുടെ പേറ്റൻറ്റുള്ളതാണ് ഈ ആക്ഷൻ. എനിക്ക് തോന്നുന്നു തമിഴ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ സാരി പ്ലീറ്റേഴ്സ് ആയിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള 2-3 ആളുകളുടെ ആക്ഷനാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി പ്ലീറ്റിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കല്യാണം, കുറേ സെലിബ്രിറ്റീസ് കല്യാണത്തിന് വളരെ ട്രെൻഡിങ് ആയിരുന്നു. അതായത് ഫ്ലാറ്റ് പ്ലീറ്റ്സിന് പകരം ഭയങ്കര പഫി ആയിട്ടുള്ള പ്ലീറ്റ്സ്. അപ്പോൾ പല ഇൻസ്റ്റഗ്രാം വീഡിയോസിലും റീൽസിലൊക്കെ നമ്മൾ കാണുന്നത് കേളർ വെച്ചിട്ടാണ് ആ പഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പഫി ആയിട്ടുള്ള ആ ഒരു പ്ലീറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ കേളർ ഇല്ലാത്തവർക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് ചെറിയൊരു ട്രിക്ക്, എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഇതാട്ടോ ഞാൻ എടുക്കുന്ന സാരി എൻ്റെ ഒരു കസിൻ ബ്രദറുടെ കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്തൊരു സാരിയാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രൊക്കേഡ് സിൽക്കിൻ്റെ സാരിയാണ്. നല്ലൊരു വെഡ്ഡിങ് ലുക്ക് അല്ലെങ്കിൽ ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സാരിയാണ്. അപ്പോൾ ഞാൻ ഇതിന് പ്ലീറ്റ്സൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ആ പ്ലീറ്റ്സ് എടുക്കുന്ന കാര്യമൊന്നും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ട്രിക്സൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലൊന്നും പോകുന്നില്ല. ഞാൻ പ്ലീറ്റ്സ് എടുക്കട്ടെ, പ്ലീറ്റ്സ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതുപോലെ ഈ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെൻറ്റർ പ്ലീറ്റും എടുത്തിട്ട് ഞാൻ കാണിക്കാം. ജസ്റ്റ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പിൻ ചെയ്യണം. അതുവരെ ഞാൻ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു. പക്ഷേ എനിക്ക് ഇത്രയൊരു ആവശ്യമില്ല, ഞാൻ കുറച്ചും കൂടി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൈസിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മുടെ സൈസിനുള്ളത് ഇവിടെ സെൻറ്റർ പ്ലീറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സെൻറ്റർ പ്ലീറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോ, അതിൻ്റെ എങ്ങനെയാണ് സെൻറ്റർ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കേണ്ടത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഇത് അത്യാവശ്യം നന്നായിട്ട് പ്ലീറ്റ് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാരി കൂടിയാണ്. അതൊന്നും പ്രോസസ്സ് വളരെ ഈസി. ഇനി ഇതോ ജസ്റ്റ് കണ്ടോ, ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ വരെയൊക്കെയുള്ള പ്ലീറ്റ്സ് എടുത്ത് ഇവിടെ ഒരു പിൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പിൻ നമ്മുടെ സ്റ്റാർട്ടിങ് ഏരിയയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇത്രയും നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ട കാര്യമുള്ളൂ. പെട്ടെന്ന് തന്നെ തീരും. അത്യാവശ്യം നല്ലൊരു മാനേജ് ചെയ്യാൻ പറ്റുന്ന സാരി ആണെങ്കിൽ വളരെ പെട്ടെന്ന് തീരും. കുറച്ചൊരു കോട്ടൺ ടൈപ്പ് സാരി ആണെങ്കിലാണ് കുറച്ചും കൂടി ടൈം എടുക്കുക. ഇനി നമുക്കിതിൻ്റെ അയണിങ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് കണ്ടെയ്നർ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു പഫി സെൻറ്റർ പ്ലീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നോർമലി എല്ലാ വീഡിയോസിലും ഹെയർ കേളർ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഹെയർ കേളർ ഇല്ല. കേളറിന് പകരം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് സാധനം ആയതുകൊണ്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ല പ്ലാസ്റ്റിക് അല്ല പേപ്പറിൻ്റെ കവറിലൊന്ന് റോൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ സാരിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലാസ്റ്റിക്കിൽ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ അപ്പം ഞാൻ പ്ലീറ്റ്സ് ഓരോന്നും അടുക്കി പെറുക്കി വെച്ചിട്ടാട്ടോ ഞാൻ അയൺ ചെയ്യുന്നത്. നമ്മളങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഒരുപാട് അകത്തി വെച്ച് കഴിഞ്ഞാൽ ബോറും ആയിരിക്കും. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ആ കവറിൽ നിന്ന് സാധനം പുറത്തെടുത്തിട്ടാട്ടോ ചെയ്യുന്നത്. ഞാൻ ചെറിയ ചൂടിലാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ സാരി ഇങ്ങനെ വെച്ച് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സാരിയിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഒട്ടിപ്പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ മുന്താണി അയൺ ചെയ്തത് വളരെ സ്മൂത്തായിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ ആ അയൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹാർഡായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ മാർക്ക് വളരെ വിസിബിൾ ആയിരിക്കും. പിന്നീട് നമുക്കൊരു പരിപാടിക്ക് അത് സിംഗിൾ ലെയറൊക്കെ സാരി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ പ്ലീറ്റ്സ് ഒക്കെ വളരെ വിസിബിളായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്മൂത്തായിട്ടാണ് ഞാൻ അയൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കൊന്നും അത്ര പെട്ടെന്ന് കാണില്ല. പിന്നെ ഈ സാരി ഭയങ്കര ഈസി ടു മാനേജ് ആണ്. വളരെ ഈസിയാണ് ഇത് ഞൊറിവെടുക്കാനും, അതുപോലെ തന്നെ ചുറ്റി പെട്ടെന്ന് തീരും. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് ഒറ്റപ്പിടിയായിട്ടുള്ള സാരി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ഒരു 10 മിനിറ്റിന് താഴെ ഈ സാരി ഞൊറിവെടുത്ത് പിന്നു കുത്താൻ എടുത്തുള്ളൂ. സെൻറ്റർ പ്ലീറ്റ്സും അതുപോലെ തന്നെ മുന്താണിയും കൂടി. അപ്പോൾ ഈ സാരിയിൽ നമ്മൾ ആ പഫി പ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്ര അധികം വിസിബിൾ ആവില്ല. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഞൊറിവായിരിക്കില്ല, വളരെ വേവി ലുക്കിൽ വരുന്നൊരു ഞൊറിയായിരിക്കും. അപ്പം നമുക്കത് ലാസ്റ്റ് ഇതിന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഉടുത്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ മറക്കരുത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇത് ഞാൻ സെൻറ്റർ പ്ലീറ്റ്സിലെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത്
നമ്മുടെ ചെസ്റ്റ് പോർഷനിലെ പ്ലീറ്റ്സ് ആണ്. ഞാൻ ചെസ്റ്റ് പോർഷനിലെ പ്ലീറ്റ്സ് ആണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതും വളരെ സ്മൂത്ത് ആയിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാൻ. വളരെ ഹാർഡായിട്ട് നമ്മൾ അയൺ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ആ പ്ലീറ്റ്സിൻ്റെ വലിപ്പം പോരാ, കുറച്ചും കൂടി വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് അതിൽ വന്ന് കിടക്കും. അപ്പം അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് അയൺ ചെയ്യുക. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല, അത്രയും അങ്ങോട്ട് വിസിബിൾ ആവില്ല. അപ്പം നമ്മൾ ഹാർഡായിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് അതൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മാർക്കും ഒക്കെ കാണുന്ന രൂപമായി കഴിഞ്ഞാൽ സാരിയുടെ മുഴുവനായിട്ടുള്ള ഭംഗി അതോടുകൂടി നഷ്ടപ്പെടും. കാണുമ്പോൾ നമുക്കൊരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ താഴത്തേക്ക് സൈഡിലേക്കുള്ള പ്ലീറ്റ്സ് ആണ് ഈ എടുക്കുന്നത്. മേലത്തെ പ്ലീറ്റ്സിനേക്കാൾ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് വേണം താഴേക്ക് വരുമ്പോഴുള്ള പ്ലീറ്റ്സ് എടുക്കാൻ. കണ്ടില്ലേ, ഇതാണ് ഫൈനലി ഔട്ട്ലുക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നപ്പോൾ മേലത്തെ നമ്മുടെ ചെസ്റ്റിനോട് കിടക്കുന്ന പ്ലീറ്റ്സിൽ കുറച്ചുകൂടി വീതി കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുത്തത് കൊണ്ട് ഞാൻ 5-6 പ്ലീറ്റ്സ് എടുത്തുള്ളൂ. നോർമലി ഞാനൊരു 8-9 എടുക്കുന്നതാണ്. ആദ്യത്തെ ആ ഒരു പ്ലീറ്റ്സ് മാത്രം കുറച്ച് വീതിയിലും ബാക്കിയെല്ലാം ചെറുതാക്കിയിട്ടാണ് നോർമലി എടുക്കാറ്. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ആ ചെസ്റ്റ് ഒന്ന് മറിഞ്ഞു കിട്ടും. പിന്നെ സൈഡിലൊന്നും പിന്ന് കുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ സൈഡിൽ പിന്ന് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ഭംഗി ഒന്നാകെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്ലീറ്റ് എടുത്ത് അത്യാവശ്യം നന്നായിട്ട് വലിച്ച് പുറകിൽ കൂടെ എടുത്ത് നമ്മൾ സൈഡിലേക്ക്, നമ്മൾ ആ സെൻറ്റർ പ്ലീറ്റ് കുത്തുന്നതിനേക്കാൾ മുന്നേ സൈഡിലേക്ക് വലിച്ചു കുത്തില്ലേ, അത് നന്നായിട്ട് വലിച്ചു കുത്തിയതിന് ശേഷം നമ്മൾ ആ പ്ലീറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ റെഡിയാക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. ഇത് കണ്ടോ, ഞാൻ ആ സ്മൂത്ത് അയണിങ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്താൽ തന്നെ അറിയില്ല. പിന്നെ എനിക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ടിയും വന്നില്ല. അതേ ലൈനിൽ തന്നെയാണ് ഞാൻ ഓരോ പ്ലീറ്റ്സും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സാരിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് സാരിയുടെ തന്നെ വിത്ത് ബ്ലൗസ് ആണ്. അത്യാവശ്യം നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. കണ്ടില്ലേ, ഇതാണ് സെന്റർ പ്ലീറ്റ്സ്. അതിൻ്റെ ആ ഒരു വേവിനെസ് നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ എനിക്ക് സൈഡിലും പ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആകെ 2-3-4 പിന്നെ അത്ര മാത്രം ഞാൻ ഇതിൽ ഉപയോഗിച്ചുള്ളൂ. ഒരുപാട് പിന്ന് കുത്തിയിട്ടൊന്നുമില്ല. സൈഡിലൊക്കെ ആ പ്ലീറ്റ് വന്ന് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ XXL ആണ് സൈസ്. എന്നിട്ടും 5.5 മീറ്ററുള്ള സാരി എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ മുന്താണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലെ പ്ലീറ്റ്സ് 8 സെൻറ്റർ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ പ്ലീറ്റ്സും എല്ലാം വളരെ വൃത്തിയോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഫി ആയിട്ട് കേളർ ഇല്ലാതെ എങ്ങനെ നമ്മൾക്ക് സെൻറ്റർ പ്ലീറ്റ്സ് കിട്ടാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റ.